ഭർത്തൃപീഡനവും ഭർത്തൃ കുടുംബക്കാരുടെ പീഡനവും സഹിക്കാനാവാതെ ജീവനൊടുക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ട് ഇതിനൊരു അറുതി വരുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ യുവതികൾ ആത്മഹത്യയിൽ അഭയം തേടുന്നു? പ്രതിസന്ധി വരുമ്പോൾ പരിഹരിക്കാൻ നോക്കാതെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നത് എന്തിനാണ്? ഒരുമിച്ച് ജീവിച്ചു പോവാൻ പറ്റാത്ത ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ എന്താണ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും പറ്റാത്തത്? മലപ്പുറം വേങ്ങരയിൽ ഭർതൃഗൃഹത്തിൽ യുവതി തൂങ്ങി മരിച്ചിരിക്കുന്നു. എന്താണ് ജലീസ എന്ന 31-കാരിക്ക് പറ്റിയത്? എന്തിനാണ് ആ യുവതി ആത്മഹത്യ ചെയ്തത്? മലപ്പുറത്തുള്ള ഭർതൃവീട്ടിലാണ് 31-കാരിയായ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വേങ്ങര കണ്ണമംഗലം ചേരൂർ മിനിക്കാപ്പ് സ്വദേശിയായ നിസാറിന്റെ ഭാര്യ ജലീസയാണ് മരിച്ചത്. രാവിലെ നമസ്കാരത്തിനായി ദിവസവും എണീക്കുന്ന ജലീസയെ ഇന്ന് കണ്ടില്ല. അതോടെയാണ് വീട്ടുകാർ ജലീസയെ തിരഞ്ഞിറങ്ങിയത്. അപ്പോഴാണ് വീടിന്റെ പിൻവശത്തുള്ള ഷെഡിലെ കഴുക്കോലിൽ തൂങ്ങിയാടിയ നിലയിൽ അവളുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതിയുടെ ഭർത്താവ് നിസാർ വിദേശത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ ഭർതൃമാതാവുമായും ഭർതൃ സഹോദരിമാരുമായും വഴക്കുണ്ടായിരുന്നു. ഇത് ഇവിടെ പതിവാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. വഴക്കിനെ തുടർന്ന് ജലീസ വലിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇതായിരിക്കാം ജലീസ ജീവനൊടുക്കാൻ കാരണമെന്നാണ് കുടുംബം സംശയിക്കുന്നത്. 13 വർഷമായി ജലീസയുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മക്കളുടെ അമ്മയുമാണ്. മരണത്തിൽ സംശയം ആരോപിച്ച് യുവതിയുടെ കുടുംബമടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണവും തുടങ്ങി. കാൽഭാഗം നിലത്ത് തട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പറയുന്നത്. എന്താണ് ജലീസയ്ക്ക് സംഭവിച്ചത്? ഭർത്തൃ കുടുംബക്കാരുടെ പീഡനമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഏതു പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. അത് കണ്ടെത്താതെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുകയല്ല വേണ്ടത്. പോരാടണം, മുന്നോട്ട് പോകണം.